കോഴിക്കോട് തൊട്ടിൽപ്പാലം ചൂരണിയിലിറങ്ങിയ കാട്ടാന ജനവാസ മേഖലയിൽ തന്നെ തുടരുകയാണ്. വനവകുപ്പ് ഡോക്ടർ അടങ്ങുന്ന സംഘം നാളെ പ്രദേശത്ത് എത്തും. കാട്ടാന ശല്യത്തിൽ പ്രദേശവാസികളുടെ പ്രതിഷേധവും തുടരുകയാണ്. ഏത് സമയത്ത് ആന വന്ന് വരയ്ക്കകത്ത് കയറുന്നതെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. അത് കാരണം ഞങ്ങൾക്കും ഞങ്ങളുടെ സ്വത്തിനും ഞങ്ങൾക്കും സുരക്ഷിതം വേണം. ഇതിന്റെ തീരുമാനം എന്താണോ അതുവരെ ഞങ്ങൾ ഇവിടെ നിൽക്കാൻ തന്നെ തീരുമാനം, ചർച്ച തീരുമാനമാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥലം സന്ദർശിച്ചു. അദ്ദേഹം പറഞ്ഞത് ആനയെ നാളെ രാവിലെയാണ് ഡോക്ടർ വന്ന് ആക്കുന്നത്. ആന ഇപ്പോഴും വീടുകൾക്ക് സമീപത്ത് തന്നെ തുടരുകയാണ്. ഒരു സ്ഥലത്തായി ഇങ്ങനെ നിൽക്കുന്നില്ല, മേഖലയിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെ നിരീക്ഷിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ കൂടുതൽ വീടുകൾക്ക് അടുത്തേക്ക് വരുന്നത് തടയുന്നതിന് വേണ്ടി വനം വകുപ്പിൻ്റെ സംഘവും നാട്ടുകാരും ആ സ്ഥലത്ത് പല സ്ഥലങ്ങളിലായി ഇങ്ങനെ തുടരുന്നുണ്ട്. തന്നെയായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് നാട്ടുകാരുടെ ഭാഗത്ത് നിന്ന് എന്ന് ഉയർന്നു വന്നത്. ആന ആഴ്ചകളായി ഈ പ്രദേശത്ത് തുടരുന്നതാണ്. എന്നിട്ടും അതിനെ മയക്കിയോട് വെച്ച് സ്ഥലത്ത് നിന്ന് മാറ്റുന്നതിന് വനം വകുപ്പിൻ്റെ ശാശ്വതമായ ഒരു ഇടപെടൽ ഉണ്ടാകുന്നില്ല എന്ന പരാതിയാണ് നാട്ടുകാർക്കുള്ളത്. ഈ പ്രദേശത്തുള്ള 10-200ഓളം ആളുകൾ ഈ ആനയെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് ആ പ്രദേശത്ത് നിന്ന് പോകാതെ അവർക്ക് പിടിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തിട്ട് ഇന്ന് ഈ നേരമായിട്ടും ഒരു ഉദ്യോഗസ്ഥർ പോലും ഇവിടെ എത്തിയിട്ടില്ല. DFO എത്തിയിട്ടില്ല, റേഞ്ചർ എത്തിയിട്ടില്ല, ഫോറസ്റ്റർ എത്തിയിട്ടില്ല. ഇതാർക്ക് വേണ്ടിയിട്ടാണ് ഇവർ ഇത്രയും കാലം ഇരിക്കുന്നത്? ഇവിടെ ഒരാൾ മരിക്കണോ? ഇനി മനുഷ്യന് ഒരു വിലയില്ല. കാട്ടുജീവികൾ കാട്ടി കിടക്കട്ടെ. അത് മനുഷ്യൻ ഞങ്ങളുടെ ഭവനത്തിലോട്ട് വന്ന് വീട് കിടക്കാനാകുകയില്ല. നേരം എടുത്ത് വാല് തുറന്ന് നോക്കുമ്പോൾ ആനയും കാട്ടിക്കിടക്കുന്ന ജീവികളാണ് ഞങ്ങൾ കാണുന്നത്. പറച്ചിൽ തുടങ്ങിയിട്ട് ഇപ്പം മണിക്കൂറുകളായല്ലോ. ഇപ്പം നേരം വെളുത്ത് 6:30 മുതൽ ഇപ്പം 13 മണിക്കൂർ പിന്നിട്ട്. ഇനിയിപ്പോൾ ആ ഒരു ഇതിൽ ഞങ്ങൾക്കൊരു വിശ്വാസമില്ല, വരുന്നുള്ളൊരു വിശ്വാസമില്ല. ഇന്ന് പഠിത്തമില്ലായിരുന്നു, നാളെ സ്കൂളിൽ കുട്ടികൾക്ക് പോകേണ്ടതാണ്. എന്ത് പ്രതീക്ഷിച്ചാണ് ഇവിടുന്ന് കുട്ടികൾ പോകേണ്ടത്? ഞങ്ങൾ എങ്ങനെയാണ് പറഞ്ഞു വിടേണ്ടത്? അതുകൊണ്ട് അതിനുള്ള ഒരു തീരുമാനം എന്തായാലും ഉണ്ടാകുന്നത് വരെ ഇവിടെ തന്നെ നിൽക്കും. വൈകിട്ടോടെ ഏതായാലും RRTയുടെ ഒരു സംഘം കൂടി മേഖലയിലേക്ക് പെട്രോളിങ്ങിനായി എത്തിയിട്ടുണ്ട്. നാളെ രാവിലെ തന്നെ വനം വകുപ്പിൻ്റെ ഡോക്ടറും എത്തും എന്നാണ് ഉദ്യോഗസ്ഥർ അറിയിക്കുന്നത്. അതായത് ആനയെ വീണ്ടും നിരീക്ഷിച്ച് മയക്കുവെടി വെക്കുന്ന അടക്കം നടപടികളിലേക്ക് കടക്കുന്നതിൻ്റെ ഭാഗമായി കൂടുതൽ സംഘം നാളെ രാവിലെയോടുകൂടി എത്തും എന്നാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിക്കുന്നത്. എന്തായാലും ജനങ്ങൾ വലിയ ഭീതിയിലാണ്, ആശങ്കയിലാണ്. കടുത്ത പ്രതിഷേധമാണ് ആ സ്ഥലത്ത് തുടരുന്നത്. വനം വകുപ്പിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥർ എത്തുന്നില്ല എന്നുള്ളൊരു പരാതി കൂടി നാട്ടുകാർക്കുണ്ട്. ചൂരണയിൽ നിന്ന് ഷിജിൻ നരിപ്പറ്റിയോടൊപ്പം രാഹുൽ KV, മാതൃഭൂമി ന്യൂസ്.